മനുഷ്യനെ നമ്മുടേതായ രീതിയിൽ ഇത്രമാത്രം ചിന്തിച്ചാൽ മതി. എന്തിന്? അവളുടെ കുട്ടികളെ കൊണ്ട് അവൾക്ക് ജീവിക്കാൻ കഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അവളുടെ മക്കളെ നോക്കുന്നുണ്ട്, 5 മക്കളെ. അങ്ങനെ അവളുടേതായ രീതിയിൽ ഏത് പെണ്ണിനെ കൊണ്ട് അങ്ങനെ പറ്റുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പറയണ്ടല്ലോ, അങ്ങനെ നോക്കുന്നുണ്ട്, ഇങ്ങനെ നോക്കുന്നുണ്ട്, പണിക്ക് പോയിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ സഹായങ്ങളുണ്ടാവും. ചിലപ്പോൾ ഉമ്മാന്റെ ഭാഗത്തു നിന്നുണ്ടാവും, ഉപ്പാന്റെ ഭാഗത്തു നിന്നുണ്ടാവും, ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്നുള്ള സഹായങ്ങളുണ്ടാവും. ഇതൊന്നും ഇല്ലാത്തവരാണ് നമ്മള്. ഇത് നമ്മൾ ഒറ്റയ്ക്ക് തുഴയണ തോണിയാണ്. അതെന്താ നിങ്ങൾ മനസ്സിലാക്കുക? ഒറ്റയ്ക്ക് തുഴഞ്ഞു പോകുമ്പോൾ അതിൻ്റെതായ റിസ്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. 5 മക്കളെ പോറ്റി അവളെ മക്കളെ പോറ്റുകയാണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. അതെന്താ നിങ്ങൾ വിചാരിച്ചിട്ട്? അതങ്ങോട്ട് വിചാരിച്ചാൽ പോലെ നിങ്ങൾക്ക്. അപ്പൊ അവള് അതിനു വേണ്ടിയാണ് ഈ ആൾക്കാരെ മെക്കിട്ട് കയറുന്നതും കുതിര കയറുന്നതും പെറ്റന്മാന്റെ ശക്തി കാണിച്ചതും അവള് തുണി പൊക്കി മറ്റുള്ളവരെ കാണിച്ചു കൊടുത്തതും നാട്ടുകാരും വീട്ടുകാരും വെറുപ്പിച്ചതൊക്കെ കുട്ടികളെ പോറ്റാൻ വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാക്കണം. പിന്നെ ഇതുപോലുള്ള മറ്റുള്ള ആൾക്കാർക്ക് സഹായങ്ങൾ പല രീതിയിലുണ്ടാവും. പല ഭാഗത്തുനിന്നും ഉമ്മാന്റെ വീട്ടുകാരത്തുനിന്നും മറ്റുള്ളവരായിട്ടും നാട്ടുകാരായിട്ടും ഒക്കെ ഉണ്ടാവും. ഈ പറഞ്ഞ ഒരു സഹായം ഈ കുട്ടിക്ക് കിട്ടിയിട്ടില്ല. അതിന്റെ കാരണത്താലാണ് ആ കുട്ടി അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ അതൊന്നും തെറ്റിദ്ധരിക്കണ്ട. എന്താ ഞാൻ പറയാം, ഈ പറഞ്ഞ വ്യക്തി തന്നെയല്ലേ ഇതിന് മുമ്പ് പല ഡയലോഗും കഴിച്ചിരുന്നത്. നിങ്ങൾക്കറിയാലോ. അപ്പൊ അടുത്തായിട്ട് ഇവിടെ പറഞ്ഞിരുന്നതാണ്, ഞാൻ ഈ സ്കൂൾ കുട്ടികൾക്ക് യൂണിഫോം മുതല് പുസ്തകം, നോട്ട് പുസ്തകം, പിന്നെ എന്തൊക്കെയോ സർട്ടിഫിക്കറ്റൊക്കെ പറഞ്ഞിരുന്നത്. പിന്നെ പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് കുറെ സഹായങ്ങള്. നിങ്ങളെ മുന്നിൽ തന്നെ ഇതെല്ലാം കാണിച്ചിരുന്ന കുറെ ഡ്രസ്സുകളൊക്കെ കൊടുത്തിട്ട് ആർക്കൊക്കെ ഡ്രസ്സ് വേണം, ഡ്രസ്സിന്റെ ആകെ ഒരു ഇതാണ്. ഞാൻ അങ്ങനെ വാരി വാങ്ങി കൂട്ടുന്നതാണ്. ഇപ്പോഴത്തെ ഡ്രസ്സുകൾ കണ്ടമാനുണ്ട്. അപ്പൊ ഈ ഡ്രസ്സുകൾ ആവശ്യമുള്ള ആൾക്കാർ വരികയെന്ന് പറഞ്ഞിട്ട് അത് കൊടുത്തിരുന്നത് ഇടുന്ന ഡ്രസ്സുകൾ തന്നെയല്ലേ. അതൊക്കെ പോട്ടേന്ന്. നിങ്ങൾ തന്നെ കണ്ടിട്ടുള്ള കാര്യല്ലേ. ഹോട്ടലിലൊക്കെ 5 സ്റ്റാർ 3 സ്റ്റാറിലൊക്കെ പോയിട്ട് ഒരു സാധാരണ കുടുംബത്തിൽ പോയിട്ട് ഹൈ ലെവൽ കുടുംബത്തിൽ പോലും ഇങ്ങനെ ഇത്രയും ദൂർത്തടിക്കില്ല പൈസ. അങ്ങനത്തത് ഈ പൈസ എവിടുന്ന് കിട്ടുന്നു, എന്ത് കിട്ടുന്നു, എങ്ങനെ കിട്ടുന്നു ഒന്നുമില്ല. ജനങ്ങളെ മുഴുവൻ കാണിക്കുന്നുണ്ടെങ്കിൽ കാണിക്കാത്ത എത്രത്തോളം അങ്ങനെ പിന്നെ ധാരാളിത്തം ചെയ്തിട്ടുണ്ടാവും. ഈ മക്കളെ മൊത്തം കൊണ്ടുപോയിട്ടില്ല ചിക്കനും ബിരിയാണി വാങ്ങിക്കൊടുത്തോട്ട് വാങ്ങണ്ട കൊടുക്കണ്ടെന്നൊന്നും പറഞ്ഞില്ല. ഇതെല്ലാം സമൂഹത്തിന് മുന്നിൽ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇതെല്ലാം ജനങ്ങൾ ഈ കാണുന്ന ജനങ്ങളുടെ മുന്നിൽ തന്നെ ഇപ്പൊ പരിപ്പുകാരും ചെറുപയറുകാരിലൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ട്. അതും ജനങ്ങൾ കാണിക്കുന്നുണ്ട്. 10 രൂപ കിട്ടുമ്പോൾ അതെങ്ങനെ ഏത് രീതിയിൽ കൊണ്ട് നടക്കാം എന്നുള്ളത് അറിയാത്തൊരു വ്യക്തിയാണ്. അപ്പൊ അപ്പുറത്തും ഇപ്പുറത്തുനിന്നുള്ള വരുമാനമാണ്. അത് എപ്പോ വേണമെങ്കിലും നിലക്കാം, ഇതും വേണമെങ്കിൽ എപ്പോഴും നിലക്കാം. ആ കിട്ടുന്ന വരുമാനത്തിൽ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലും സേവ് ചെയ്യണം. പ്ലസ് മക്കളെ ചെലവും കാര്യങ്ങളും മറ്റുള്ള നോക്കണം. ഞാൻ നാളെ ഒരു ദിവസം ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ് കാട് കയറില്ല. അന്ന് ഞാൻ പറഞ്ഞിരുന്നു 5 മക്കളെ നോക്കാൻ പറഞ്ഞാൽ കുറച്ച് കാര്യമല്ല. കാരണം അവർക്കുള്ള വസ്ത്രം, അവർക്കുള്ള ഡ്രസ്സ്, അവരെ സ്കൂളിലെ തന്നെ ഗവൺമെന്റ് സ്കൂളാണെങ്കിലും തന്നെ പല ചെലവുകളും സ്കൂളിൽ തന്നെ ചോദിക്കുന്നത്, PTA മീറ്റിങ്ങിലും പലതും അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അതല്ലാതെ തന്നെ ഉള്ള ചെലവുകൾ വേറെ വരുന്നുണ്ട്. ഹോസ്പിറ്റൽ കേസ് വേറെ. ഇപ്പോ റെന്റും കൂടെ കൂടി. ആ അവസ്ഥയിലാണ് അവർ റെന്റിനും കൂടെ മാറിയിരിക്കുന്നത്. അവിടുത്തെ പ്രശ്നങ്ങൾ തന്നെയാണ് അത്, നമ്മൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ. നമ്മൾ അച്ചടക്കത്തിൽ അതില് ചിട്ടയും മട്ടയിലും നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മൾ സഹായിച്ചിരുന്നില്ലേ? ഒത്തിരി പേര് സഹായിച്ചിരുന്നില്ലേ? എല്ലാവരും കൊടുത്തിരുന്നില്ലേ? എല്ലാവരും സഹതാപത്തോടെ നല്ല ഇതിലും അധികം ചെയ്തിരുന്നില്ല എത്തിമക്കൾക്ക്. ആ പൈസ കൊണ്ടല്ലേ ദൂർത്തടിച്ചിട്ട് തെറി പറഞ്ഞിട്ട് മുന്നിരുന്ന ഇവർ തന്നെയല്ലേ. ബാക്കി നോക്കണം. എനിക്ക് ടെൻഷൻ പറഞ്ഞാല് നമ്മള് ഒരു ചെറിയ കുഞ്ഞു മക്കളാണ്. അവരോട് നമുക്ക് പറയാൻ പറ്റില്ല പൈസ ഇല്ല, ഇന്നത് മേടിച്ചു തരാൻ പറ്റില്ല, ഇന്നതില്ല, എൻ്റെ അടുത്ത് ഇല്ല, അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള പ്രായം ചെറിയ കുട്ടികൾക്ക് എത്തിയിട്ടില്ല. അപ്പൊ അതിൻ്റെതായ ഒരുപാട് ടെൻഷൻസ് ഉണ്ട് നമുക്ക്. അപ്പൊ ഈ ടെൻഷനൊക്കെ കൂടുമ്പോൾ എന്താവും? ടെൻഷൻ വന്ന് നമുക്കത് അസുഖങ്ങളായിട്ട് മാറും. അപ്പൊ നമ്മളുടെ അസുഖ ലൈഫില് ഉള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ മാത്രമല്ല, ഈ പറയുന്ന ആൾക്കാരുടെ കുടുംബത്തിലും ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും പുറത്ത് നമ്മൾ അത് വലിച്ചു കീറാനോ അല്ലെങ്കിൽ നമ്മൾ വന്ന് അന്വേഷിക്കാനോ അല്ലെങ്കിൽ നമ്മളത് ഒരു ഇതാക്കാനോ നമ്മൾ നിൽക്കണില്ല. പിന്നെ മറ്റുള്ളവരുടെ ലൈഫ് വെച്ചിട്ട് കളിക്കേണ്ട ആവശ്യമില്ല. അത് ഭയങ്കര മോശം പരിപാടിയാണ്. അപ്പം അതിനെ നമ്മൾ വന്ന് റിയാക്ട് ചെയ്താൽ, അല്ലെങ്കിൽ അതിന് നമ്മളെ കുറിച്ച് പറയണോണ്ടാണ് നമ്മളത് പറയുന്നത്. അത് വന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റുകാരും. നമ്മൾ ചെയ്ത് തെറ്റ്, നമ്മൾ പറഞ്ഞത് തെറ്റ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അത് കൂടെ തന്നെ നമുക്ക് നമ്മുടേതായ ഒരു പ്രൈവസി കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന്റെ കാര്യങ്ങൾ നമുക്കുണ്ട്. അതില് മറ്റുള്ളവർ കയറി ഇടപെടേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മറ്റുള്ളവർ വിമർശിക്കേണ്ട ആവശ്യം വരുന്നു. നമ്മളെ ലൈഫിൽ പ്രൈവസി ഉള്ളതാണ് ഇപ്പൊ പെറ്റ തള്ളിനെ സെറ്റിഡാൻസ് കാണിച്ചത്. പെറ്റ തള്ളിനെ തെറി പറഞ്ഞത്, എടി ചെറ്റേ മറ്റോളെ മറ്റമോളെ എന്നൊക്കെ പറഞ്ഞിരുന്നത്. അത് നീ മറന്നാലും ഞങ്ങളാരും മറക്കില്ല.
കാരണം എന്താന്ന് വെച്ചാല് ഞങ്ങൾ ആരും ചെയ്യാത്തതാണ് ഞങ്ങളെ ഹൃദയത്തിൽ തട്ടിപ്പോയി. നിനക്കത് ഉമ്മ അല്ലെങ്കിൽ ഞങ്ങൾക്കത് ഉമ്മാന്റെ പ്രായത്തിലുള്ള ഉമ്മാണ്. അത് വളരെയധികം ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ മനസ്സിലത് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് മറക്കാൻ പറ്റില്ല. നിനക്കത് പെട്ടെന്ന് ഇടലും കഴിഞ്ഞു മറക്കലും കഴിഞ്ഞു, അത് നിന്റെ ശീലം, നമുക്കത് പറ്റില്ല. ഉം. ഒരു വേഷത്തിനും വേണ്ടിയിട്ട് ഈ ഹോസ്പിറ്റൽ മൊത്തം തെണ്ടുണ്ട്. നിങ്ങൾ പറഞ്ഞല്ലോ ചെറിയ കുട്ടികളാണ്, ചെറിയ കുട്ടികളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല, അവരെന്ത് പറഞ്ഞാലും നമ്മൾ വാങ്ങിക്കൊടുക്കണം. അങ്ങനെയല്ല മക്കളെ പഠിപ്പിക്കല്. നമ്മളെ സാഹചര്യം എന്താണ്, നമ്മൾ എവിടെ നിൽക്കണം, നമ്മൾ ആരാണ് എന്ന് മക്കളെ പറഞ്ഞു കൊടുക്കാനുള്ള ബുദ്ധി നിനക്ക് വേണം. അത് കേൾക്കാനുള്ള മനസ്സും പ്രായവും ഒക്കെ ആയിട്ട് നൽകും അത്യാവശ്യം. അതിന് ചെറിയ കുട്ടികളൊന്നല്ല അവർക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മളെ സാഹചര്യം ഇങ്ങനെയാണ്, നമുക്ക് ഇത്ര വരുമാനമുണ്ട്, നമുക്ക് വരുമാനം ഇല്ല, ഇതേ കിട്ടണുള്ളൂ. ആരാന്റെ സഹായം എന്തെങ്കിലും കിട്ടിയാൽ അതിന് നമ്മൾ ജീവിക്കേണ്ട ആൾക്കാരാണ്. നമ്മൾ തുള്ളി കളിക്കാൻ ചാടി കളിക്കലും അല്ല വേണ്ടത്. നമുക്ക് കിട്ടുന്ന നമ്മളെ ആ വരുമാനത്തിൽ ഒതുങ്ങിയിട്ട് നമ്മൾ ജീവിക്കണം. നാളെ നല്ല കുട്ടികളായിട്ട് നിങ്ങൾക്ക് വളരാനുള്ളതാണ്. സമൂഹത്തിന് നല്ലത് കൊടുക്കണം, ആ നല്ല കുട്ടികളായിട്ട് വളരണം, എല്ലാവർക്കും ഉപകാരമുള്ള, നാട്ടിനും വീട്ടിനും ഉപകാരമുള്ള മക്കളായിട്ട് നീ വളരണം. അപ്പൊ ആ രീതിക്ക് വളരണമെങ്കിൽ ഉമ്മ ആ രീതിക്ക് നിന്ന് കൊടുക്കണ്ടേ? അത് വേണ്ടല്ലേ? അപ്പൊ ഉമ്മ ഉപദേശം പോരാ, ഉപദേശം മാത്രം പോരാ ഉമ്മാന്റെ, മറിച്ച് ഉമ്മാന്റെ പ്രവൃത്തിയും കൂടെ വേണം. മക്കളെ അരികത്ത് വെച്ചിട്ട് അവരെ കാണിച്ചു കൊടുക്കുക, ഇവരെ കാണിച്ചു കൊടുക്കുക, അവരെ കൊണ്ട് ഡയലോഗ് കാച്ചിപ്പിക്കുക, അവരെ ഗുണ്ടായിട്ട് വളർത്തുക. എന്നിട്ട് അവർക്ക് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ചെക്കന്മാരെന്നെ ലവ് ലെറ്റർ കൊടുത്തതും ഇതാക്കിയതൊക്കെ അവൾ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുള്ളതും ഒക്കെയാണ്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുന്ന ആകെ എന്തെന്ന് പറയാം, അത്രയും ഒരു കൺട്രോൾ ഇല്ലാത്തൊരു ഒരു കുടുംബമായിരിക്കും. കൺട്രോള് വരണമെങ്കിൽ ഉമ്മാന്റെ അടുത്തുനിന്നോ ഉപ്പാന്റെ അടുത്തുനിന്നോ കൺട്രോള് വരണം. കുട്ടികളാവുമ്പോ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കും, പല രീതിയിലും പോകും. അവിടെ തലപ്പത്തുള്ള സ്ഥാനത്തുള്ള ആൾ തന്നെ ആകെ പൊട്ടിത്തെറിച്ച് ലെവലിൽ കിട്ടാനില്ലാതെ നാട്ടുകാരും കുതിര കയറുമ്പോൾ മക്കൾക്ക് തീരും പേടിക്കാനില്ല. ആ ഉമ്മാന്റെ മക്കളാണ്, ഞങ്ങൾക്ക് ധൈര്യത്തിൽ എന്തും ചെയ്യാം എന്നുള്ളൊരു തോന്നലാണ്. പാപ്പ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ മക്കളോട് നമ്മൾ ഇങ്ങനെയൊക്കെയാണോ പെരുമാറേണ്ടത്, അവരുടെ മുന്നിൽ നമ്മൾ ഇങ്ങനെയൊക്കെ കാണിക്കേണ്ടത്? അവരോട് നമ്മൾ പറയണം, മക്കളെ ഇതുവരെ ബാപ്പാന്റെ ചെലവുകൾ ഉണ്ടായിരുന്നു, ആ വരുമാനം നിലച്ചിട്ടാ, ഇനി ഉമ്മാന്റെ കയ്യിൽ ഒന്നുമില്ല, ഉമ്മാക്കാണ് വിദ്യാഭ്യാസം പോരാ, ഒരു ജോലിക്ക് പോകാനുള്ള ആരോഗ്യം പോരാ, അപ്പൊ ആരെങ്കിലൊക്കെ ആയിരിക്കും മക്കളെ തരിക. അപ്പൊ എല്ലാരെയും കൂട്ടുപിടിച്ച് എല്ലാരോടും നല്ല രീതിയിൽ നിന്നിട്ട് വേണം നമുക്ക് വളരാൻ കേട്ടോ. എന്നിട്ട് നിങ്ങൾ വളർന്നിട്ട് വേണം നല്ല രീതിയിൽ നമുക്കൊരു വീടൊക്കെ വെക്കാനും എന്തെങ്കിലും നല്ലൊരു ജോലിക്ക് പോയിട്ട് വേണം നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ. അതുപോലെ തന്നെ നമുക്ക് സമൂഹത്തിന് നല്ലൊരു മാതൃക കാണിച്ചു കൊടുക്കാൻ കേട്ടോ. കുരുത്തക്കേടോ മറ്റുള്ള കാര്യങ്ങളൊന്നും കാണിക്കരുതിട്ടാ. ഉപ്പാക്ക് അത് ഇഷ്ടപ്പെടില്ല, ഉമ്മാക്ക് അത് വിഷമാവും. ഞാന് എത്ര ഭാഗത്ത് എങ്ങനെയൊക്കെ ഏത് രീതിയിൽ പോകാൻ പറ്റും, എനിക്കൊരു പരിധികളുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. പകരം ലവർമാരെ വിളിച്ച് മക്കളെയും കൂട്ടിയിട്ട് 5 സ്റ്റാർ ഹോട്ടലിലും 3 സ്റ്റാർ ഹോട്ടലിലും മക്കളൊരു റൂമിൽ എല്ലാവരും മൂലക്കിലാക്കി അവർക്ക് തിന്നാനും കുടിക്കാനും നന്നാണ് കൊടുത്തു കഴിഞ്ഞാൽ അവരവരെ പാട്ടിൽ കിടന്നുറങ്ങാം. പിന്നെ ഇത് മറ്റേ സാഗരങ്ങള് അങ്ങോട്ട് സരിഗമ പതനിച്ച എന്നും പറഞ്ഞിട്ട് ഇതിവിടെ വേറെ കളി, കോൽക്കളി, ആ കളി ഈ കളി, എല്ലാ കളിയും കഴിഞ്ഞാ എല്ലാരും ഒഴിവാക്കിയ ആരുമില്ലേ? ആരുമില്ലാന്ന് പറയരുത്. ഷറഫലില്ലേ? ആ വീഡിയോ ഒക്കെ നീ തന്നെ ഇട്ടത്. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാ രീതിയിലും കളിയൊക്കെ നടത്തിയിട്ട് പിന്നെ നീ എന്തിനാണ് പറയുന്നത് ഓരോരുത്തർക്ക് പ്രൈവസി ഉണ്ടെന്ന്? നിനക്ക് എവിടെ പ്രൈവസി ഉണ്ടായിരുന്ന? പ്രൈവസി വേറെ രീതിയിലുള്ള ഉണ്ടാവും, പക്ഷെ അതിന്റെയും എന്താ പറയാ ആവേശം അല തല്ലിയിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഓളങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, ജനങ്ങളിങ്ങനെ കണ്ടോണ്ടിരുന്നു. പ്രാവശ്യം 4-5 പ്രാവശ്യം ടേസ്റ്റ് ചെയ്യും, അത് കഴിഞ്ഞാൽ അതിന്റെ വലിച്ചെറിയും, പുല്ല് വലിച്ചെറിയും പോലെ. അത്രേ ഉള്ളൂ. അതൊക്കെ മനസ്സിലാക്കുക കേട്ടോ. പിന്നെ സഹായത്തിന് തന്നെ എല്ലാ ആൾക്കാരും ഉണ്ടാവും. നമ്മൾ മര്യാദക്ക് നിന്നാൽ മതി. നമുക്ക് കൂടപ്പുറപ്പോ വേണം ഒന്നുമില്ല കേട്ടോ. നമ്മളെ അറിയുന്ന നമ്മളെ ചുറ്റുഭാഗത്തുള്ളവർ തന്നെ മതി നമ്മളെ സഹായിക്കാൻ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, നമ്മളെ ചുറ്റുഭാഗത്തുള്ള ആമ്പിള്ളേരെ പോലും നമ്മളെ പരിസരത്തുള്ള അയൽവാസികളെ പോലും നമ്മൾ വെറുപ്പിക്കരുത്. അവർക്കിട്ട് താങ്ങരുതെന്ന് പലവട്ടം ഞാൻ പറഞ്ഞിരുന്നു, അതൊന്നും കേട്ടില്ല. ഇപ്പം എല്ലായിടത്തുനിന്നും ചാടി 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 ഇപ്പം ചെമ്മീൻ ചാടിയാൽ മുട്ടോളം, പിന്നെ ചാടിയ തട്ടിയും എന്നൊരവസ്ഥയിൽ തട്ടിയായി എന്ന് പറയാം. ഇനിയെങ്കിലും ഒതുങ്ങിക്കഴിയാം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കണം, അതിന് പ്രതികരിച്ച് പോവാൻ മാത്രം നീ ആയിട്ടില്ല എന്നും കൂടെ മനസ്സിലാക്കണം. നീ 2 ലക്ഷം സബ്സ്ക്രൈബർ നിൽക്കുന്നുണ്ടാവും, അതിലേറെ ആൾക്കാർ കാണുന്നുണ്ടായിരിക്കാം നിന്റെ വീഡിയോ. പക്ഷെ അത് അവർക്കൊരു നേരം പോക്ക് മാത്രമാണ്. അത് മനസ്സിലാക്കണം. അവരാരും നിന്റെ കൂടെ വന്നിട്ട് നിന്നെ ഹെൽപ്പ് ചെയ്യില്ല. അല്ലെങ്കിൽ കമന്റ് കൊണ്ട് ഹെൽപ്പ് ചെയ്യും, അതുകൊണ്ട് ഒരു കാര്യമില്ല, പോവില്ല.
നമ്മളെ കാര്യങ്ങൾ അവിടെ കിടക്കും. അപ്പൊ നമ്മളെ അയൽവാസികൾ തന്നെ ഉണ്ടാവുള്ളൂ. നമ്മള് വീട് എടുക്കുന്ന സമയത്ത് നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞ് നമ്മളെ കുട്ടികൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വാടക കൊടുക്കാൻ പറ്റാത്ത സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ നമ്മൾ തളർന്നു പോവുക, വല്ല അപകടം വന്നു പോയ സമയത്ത്, അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ അയൽവാസികൾ മാത്രമായിരിക്കും നമുക്ക് എന്ത് കൂട്ടിനുണ്ടാകാൻ, സഹായത്തിനുണ്ടാകാൻ. അതുപോലെ നമ്മൾ കൂടെ പുറത്തുള്ള പെറ്റ തള്ളയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അതാദ്യം മനസ്സിലാക്കുക. ഇപ്പൊ ഡയലോഗ് കാഴ്ചതൊക്കെ നിന്റെ നാവ് കൊണ്ട് അവര് വിട്ടു നിന്നതാണ്. പുറത്തുള്ള ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അകത്തുള്ള ജനങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? ആ ആൾക്കാർക്ക് കൂടെ പുറത്തുള്ളവർക്ക് സഹിക്കാൻ പറ്റുമോ? ഇല്ല. എല്ലാവർക്കും ഒരു മനസ്സ് നിന്നെ പോലെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. നിന്റെ മക്കളും, നിനക്ക് 5 മക്കളും ഉണ്ടെന്ന് വിചാരിച്ച് നീ എല്ലാവരും കൊടുത്തരുത്. അനക്ക് 5 മക്കളെ തന്നിട്ടുള്ള പടത്ത റബ്ബാണെങ്കിൽ അവനതിനൊരു വഴി കണ്ടിട്ടുണ്ടാവും. അതിന് പകരം ആൾക്കാരെ മെച്ചത്തിൽ കയറി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ കഴിവ് എങ്ങനെ കിട്ടല്? ആ ഒരു പവർ എങ്ങനെ കിട്ടല്? ഭർത്താവ് അകാലത്തില് എന്തെങ്കിലും അസുഖം വന്ന് മരിച്ചത്, ആക്സിഡന്റ് മരിച്ചതൊന്നല്ലല്ലോ. അത് നമ്മളും കൂടെ അതിന് കാരണക്കാരാണെന്നുള്ളത് 100% എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മരണപ്പെട്ടേക്കുന്ന എന്താ മരണപ്പെട്ടിട്ട് 40 കൂടെ കഴിയണമെങ്കിൽ ഇത് കഴിയുന്നതിന് മുമ്പ് നീ കറങ്ങലൊക്കെ കഴിഞ്ഞിരിക്കുന്നു, കറങ്ങൽ തുടങ്ങിയിരിക്കുന്നു. പിന്നെ പറഞ്ഞ് എൻജോയ് ചെയ്യണം, എനിക്ക് എന്റെ ഇഷ്ടത്തിന് എൻജോയ് ചെയ്യണം, എന്റെ ഹാപ്പി എനിക്ക് നോക്കണം, എന്റെ ഹാപ്പി എനിക്ക് നോക്കണം. നിങ്ങൾ പറഞ്ഞ മാതിരില്ല, എനിക്ക് പോകേണ്ടടുത്ത് പോണ്ടേ, നിങ്ങൾ പറയുന്ന മാതിരിയല്ല എനിക്ക് വരേണ്ടടുത്ത് വരണ്ടേ. അവിടൊക്കെ നീ ക്യാമറയും പിടിച്ചിട്ട് പോയി എല്ലാവർക്കും ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. ജനങ്ങളത് മറക്കൂലല്ലോ. ജനങ്ങളുടെ മനസ്സ് അത് പൊറുക്കൂല്ല. എല്ലാവരും എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. അത് പലരും പൊറുക്കണവരുണ്ടായിരിക്കും. പൊറുക്കണവരുണ്ട് എന്ന് പറയുന്ന ആൾക്കാർ തന്നെയാണ് നിന്നെ വഷളാക്കുന്നത്. ശരിക്കും പറഞ്ഞാല് നിന്നെ വഷളാക്കുന്നത് അവര് നിനക്ക് സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങൾ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാല് അവര് പറയുമ്പോഴാണ് നിനക്ക് ഞാൻ ചെയ്തത് ന്യായമാണല്ലോ, ഞാൻ ചെയ്തത് ശരിയാണല്ലോ. പക്ഷെ അവരത് അങ്ങനെയുള്ള അതേ ഐറ്റംസിലുള്ള സ്ത്രീകൾ തന്നെ ആയിരിക്കും, എല്ലാവരും ഉണ്ടാവുമല്ലോ അങ്ങനെ. അപ്പം അവർ അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞു തരും. അതിനനുസരിച്ച് നീ തുള്ളി 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 മേലേക്ക് കയറി. ഇപ്പൊ എന്തായി? എത്രയോ ഹൈറ്റിൽ നിന്നാണ് താഴത്ത് വീണത് അല്ലേ? അതിപ്പോഴും നിനക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാൻ പിടിച്ച എന്താണ് മുയലിനെ ചെയ്യുന്നാലെന്നും പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പൊ എന്തായാലും വീഡിയോ നീണ്ടു പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ആരാന്റെ വീട്ടിൽ പോയ ഒരു പ്ലേറ്റ് കഴുകാൻ ചോദിച്ചാൽ തരും? ഒരു പണിക്ക് നിർത്താൻ വിശ്വസിച്ചിട്ട് ഒരാൾ നിർത്തുവോ? ഇല്ല. എങ്ങനെയാ നിർത്തുക? ഈ പെണ്ണ് ഇവിടെ വന്നിട്ട് ആണുങ്ങൾ വച്ചെടുക്കോ എന്ന് വിചാരിക്കില്ലേ? അപ്പം വിശ്വസിച്ചിട്ട് ഒരാളെ വീട്ടിലേക്കും കൂടി കയറ്റാൻ പറ്റാത്ത രീതിയിലാണല്ലോ അത് കാട്ടിപ്പിടിക്കുന്നത്. ഇതിന്റെ സ്വഭാവം യൂട്യൂബിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. എവിടെ ആരോട് ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് എന്താ പറയാ, വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റും. ഏത് ജോലി അന്തസ്സിനാണ്. ആ അന്തസ് എന്ന് പറയുന്നത് നമ്മളെയും കൂടെ സ്റ്റാൻഡേർഡ് നോക്കിയിട്ട്, നമ്മളെയും കൂടെ സ്വഭാവം നോക്കിയിട്ടാണ് ജനങ്ങൾ നമുക്കൊരു വർക്ക് തരിക, അല്ലെ? അങ്ങനെ തന്നെയല്ലേ? അപ്പൊ ഈ നമ്മളിപ്പോ ഈ എരന്ന് ഇങ്ങനെയൊക്കെ പറയുന്ന സങ്കടം, വിഷമം ഇങ്ങനെ പറയുന്ന നേരം അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. എരന്ന് പേടിക്കാനും ഇങ്ങനെ ഓരോരുത്തരോട് കണ്ണീരും കയ്യും പറയാനും ഒന്നും പറഞ്ഞിട്ടില്ല. റബ്ബ് പറഞ്ഞിട്ടില്ല. നമുക്ക് ആരോഗ്യം തന്നത് റബ്ബാണെങ്കിൽ നമ്മൾ അധ്വാനിച്ച് തിന്നണം. അതും ഒരു മലന്റെ മുകളിൽ പോയിട്ട് വിറക് വെട്ടി ശേഖരിച്ച് കൊണ്ടുവന്ന് വിറ്റിട്ട് ആണെങ്കിൽ പോലും നിന്റെ അന്നം അന്നത്തെ നീ കഴിക്കാന്നാ പറഞ്ഞിട്ടുള്ളത്, എരന്ന് കഴിക്കാനല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അധ്വാനിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് അത് ബർക്കത്ത് വരും. അപ്പൊ അതിന് വരണമെങ്കിൽ എങ്ങനെയാണ്? നമ്മൾ ഒരു വീട്ടു ജോലിക്ക് എന്ന് പറഞ്ഞാൽ ഇന്ന് നല്ല ഡിമാൻഡാണ്, നല്ല ക്യാഷാണ്. പിന്നെ അതുപോലെ തന്നെ ഹോം നേഴ്സിന്റെ വർക്ക്, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അച്ചാറ് മറ്റുള്ള കാര്യങ്ങൾ വീട്ടിൽ നിന്നിട്ട് എന്തെല്ലാം ചെയ്തിട്ട് വരുവാനുണ്ട്. കൈ മക്കളും കൂടെ കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ ആരും പഠിച്ചവര് അത് വെച്ചിരുന്നാണ് മമ്മി മക്കളും കൂടെ ഒന്നിച്ചിട്ടാണ് പഠിച്ചവന് ആരും മേടിക്കും, ആരും ഇതാക്കും. അപ്പൊ അതിനൊന്നും നേരല്ല. പണിയെടുക്കാൻ പോയിട്ട് വീട്ടിൽ വച്ചുണ്ടാക്കി തിന്നാൻ പോലും എനിക്ക് നേരല്ല. ഹോട്ടലിലെ ഫുഡ് തന്നെ എനിക്ക് ഇഷ്ടം. വീട്ടിൽ വെച്ചുണ്ടാക്കി തിന്നാൻ ഇഷ്ടമല്ല, കാരണം പണിയെടുക്കണ്ടേ. പണിയെടുക്കാതെ താന്തോന്നിയായിട്ട് നടക്കില്ല. അത്രയും പൈസ ദീർഘടിച്ച് ഉപ്പ് തിന്നാൻ വെള്ളം കുടിക്കുന്നു പറഞ്ഞ മാതിരി. ഞാനിത് കുറ്റല്ല പറയുന്നത്. ഞാനിതിന്റെ മക്കൾ അല്ലെങ്കിൽ എന്റെ അനിയത്തിയോ അല്ലെങ്കിൽ എന്റെ കൂടപ്പുറപ്പോ എന്നോടോ പറയണ മാതിരി തന്നെ ഞാൻ പറയുന്നത്, അല്ലാതെ വേറൊന്നല്ല. ഇങ്ങനെയൊക്കെ വന്ന് പറയുമ്പോൾ ആർക്കും പ്രതികരിക്കാൻ തോന്നുന്നു. എന്റെ ശൈലി ഇങ്ങനെയാണെന്ന് വിചാരിച്ചാണ്. ഇതിന് നിങ്ങൾ മെക്കിട്ട് കയറാൻ കുറേ എന്താണ് കമന്റോളികൾ വരും. അത് സാറില്ല, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറയാം. ഇതിന് പ്രതികരിച്ചിട്ട് പിന്നെ ഓൾ തന്നെ കുറെ കമന്റ് താഴെ കൊടുക്കും, ചെറിയ വിളിച്ചിട്ടുണ്ടാക്കിയിട്ടൊക്കെ. ഓളെ കൾച്ചറാണ്. നമ്മൾ പറയുന്നത് എന്താണ്? പറയുന്ന ഒന്ന് ചെവി പോകും, എന്താണ് ചെവി തുറന്നൊന്ന് കേട്ടാൽ തന്നെ ഏകദേശം മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഏതാണ് എങ്ങനെയാണെന്നൊക്കെ. അത് പറയാന് മറ്റേ തവണ പറയിപ്പിച്ചിട്ടില്ല, പറയാൻ സമ്മതിച്ചിട്ടില്ല. പിന്നല്ലേ നാട്ടുകാരെ സമ്മതിച്ചിട്ടില്ല, പിന്നല്ലേ നമ്മളെപ്പോലുള്ളവരൊക്കെ. പക്ഷെ ഞങ്ങൾ ഇന്ന് വരെ ഞങ്ങളെ ഓണർമാരായിട്ട് ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. എപ്പോ ഏത് സമയത്തും വന്ന് ആരും എന്ത് ചോദിച്ചാലും അവര് എല്ലാത്തിനും റെഡിയാണ്. എന്താ പറഞ്ഞാ നമ്മളെ ആ ഓണർമാരെന്നാണ് എന്റെ എന്താ പറയാ വാടക 10-11 മാസത്തത്
ഇല്ലാതാക്കിയതും അവർ വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ അത് ഭർത്താവ് മരണപ്പെട്ട അസുഖത്തിന്റെ ഇടയിലാണ് കേട്ടോ. പിന്നെ അതുപോലെ അവരെന്നാണ് എന്റെ വണ്ടിയുടെ ഫൈനാൻഷ്യലായിട്ടുള്ള പ്രശ്നം ഇതൊക്കെ അടച്ചത് കേട്ടതൊക്കെ. അപ്പൊ അതുപോലെ എനിക്ക് എന്ത് ബുദ്ധിമുട്ട് എത്ര എത്ര ടൈറ്റിങ് കൊണ്ട് വരുമ്പോഴത്തേനും ഞാൻ വിളിച്ച് പറയും മോനെ പറഞ്ഞേക്കട്ടെ, എത്ര പൈസ കൊടുത്തേക്കണേ, ഞാനപ്പോ തരട്ടാണ്. രാത്രി വരെ പോയിട്ട് ഇത്ര ഉറപ്പ് നമ്മൾ മേടിക്കുന്നത്. അപ്പൊ എന്നോട് ചോദിക്കും എന്റെ ബാങ്കാണോ, വലിയ പൈസക്കാരാണ്, എന്റെ ബാങ്കാണോ ഞാനും ചോദിക്കും. ഞാൻ പറയാം അള്ളാഹു അങ്ങനെ വെച്ചതേക്കും, അല്ലാണ്ട് പറയാം എന്ന് പറയും. അപ്പൊ അങ്ങനെയൊക്കെ നമ്മളെ സഹായിക്കാൻ ഒരുപാടുണ്ടായിരുന്നു ആൾക്കാർ. അപ്പൊ ആ സഹായിപ്പ് നമ്മളെ മനസ്സിലുണ്ട് കേട്ടോ. അവർക്കൊക്കെ ഒരുപാട് നന്ദി നമ്മൾ ദുആ ചെയ്യലും ഉണ്ട്. ഞാൻ പറഞ്ഞു വെക്കണ്ട, നാവ് നന്നെങ്കിൽ എവിടെയും നമുക്ക്